അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ കക്ക തോരനുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള നാടൻ കക്കയാണ്. ആദ്യമായിട്ട് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. അരമണിക്കൂർ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കക്ക നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. എല്ലാതും ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി കക്കയിറച്ചി എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കണമെന്ന് കാണിക്കാം. ഇതുപോലെ ഓരോ കക്കയിറച്ചി എടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലാക്ക് പോയിന്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് അത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു മണ്ണ് കടിക്കുന്ന പോലെ ഉണ്ടാവും. ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് റിമൂവ് ചെയ്യുന്നത്. ഇനി ഒരു പാൻ എടുത്ത ശേഷം അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലോ സാധാ ഓയിലോ ആഡ് ചെയ്യുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് അല്പം വേപ്പില ചേർക്കുക. അതിനുശേഷം ഒരു 3 മീഡിയം സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, അത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇത് നല്ല പോലെ ഒന്ന് വഴന്നു വരുമ്പോൾ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കക്കയിറച്ചിയിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. ആദ്യമായിട്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പാനിൽ വഴറ്റിയെടുത്തിട്ടുള്ള സവാള ഒരു പാത്രത്തിലോട്ട് മാറ്റിയ ശേഷം നമുക്ക് കക്കയിറച്ചി നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് കൂടെ ഇടുമ്പോൾ നന്നായി ഫ്രൈ ആയി കിട്ടില്ല, അതുകൊണ്ടാണ് അത് മാറ്റി വെക്കുന്നത്. ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ മിക്സ് അതിലോട്ട് ആഡ് ചെയ്യാം. ഇനി പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷം നമുക്ക് മസാല തേച്ച് വെച്ച കക്കയിറച്ചി അതിലോട്ട് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അല്പം വേപ്പില ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കക്കയിറച്ചി നന്നായി ഫ്രൈ ആയ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള
സവാളയുടെ മിക്സ് ആഡ് ചെയ്യാം. അത് നല്ലതുപോലെ കുക്കായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് ഒരു 1/2 കപ്പ് നാളികേരം ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കുക്കായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കാം. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഇപ്പോൾ നമ്മുടെ കക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റി സെർവ് ചെയ്യാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.